നമ്മളിന്ന് ചെയ്യുന്നത് സോപ്പ് എങ്ങനെ വീട്ടിൽ നിർമ്മിക്കാം. അതായത് നമുക്ക് കടകളിലൊന്നും പോയി മേടിക്കാതെ നമുക്ക് വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ വീട്ടിൽ വെച്ച് തന്നെ സോപ്പ് ഉണ്ടാക്കാം എന്നാണ് നോക്കുന്നത്. ആദ്യം തന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് ചൂടാക്കാൻ വെക്കുക. വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ നമുക്കിതിൻ്റെ സോപ്പിൻ്റെ ബേസ്, അതായത് ഈ കാണുന്നതാണ് സോപ്പിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ഈ സോപ്പിൻ്റെ ബേസ് നമുക്ക് കടകളിൽ മേടിക്കാൻ കിട്ടും, ഇല്ലെങ്കിൽ ഓൺലൈനിലായിട്ട് മേടിക്കാൻ കിട്ടും. അപ്പം സോപ്പിൻ്റെ ബേസ് എടുത്ത് ഇങ്ങനെ കട്ട് ചെയ്യണം. ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം. വലിയ പീസായിട്ട് കട്ട് ചെയ്യില്ല, ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഈ വെള്ളത്തിൻ്റെ മുകളിലേക്ക് വെക്കണം. വെള്ളത്തിൻ്റെ മുകളിലേക്ക് വെക്കുമ്പോൾ ഇതിങ്ങനെ ചെറുതായിട്ട് ഉരുകാൻ തുടങ്ങും. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അതായത് താഴെ എല്ലാം മുകളിൽ പീസ് കിടക്കുമല്ലേ, അപ്പോൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പം ഇതിങ്ങനെ ഉരുകി വരും. ഇതിങ്ങനെ നന്നായിട്ട് ഉരുകണം, അതായത് ഫുള്ള് ഉരുകണം. ഒരു കട്ട പോലും എന്ത് കിടക്കാൻ പാടില്ല. ഫുള്ള് ഉരുകി ഇതിങ്ങനെ വെള്ളം പോലെ ആയി കിട്ടുന്നതാണ് നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത്. അല്ലെങ്കിൽ അതിങ്ങനെ കട്ട പിടിച്ചിരിക്കും. അപ്പോൾ ഇടക്കൂടെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. നമ്മളിപ്പം നൈസായിട്ട് കട്ട് ചെയ്യുവാണെങ്കിലായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് പെട്ടെന്ന് ഉരുകി കിട്ടും. കൂടുതലും കട്ടിക്ക് നിങ്ങൾ കട്ട് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ കൂടെ ഇളക്കി കൊടുക്കുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ്, ഇങ്ങനെ വെള്ളം പോലെ ആയി കിട്ടും. നമ്മൾ നല്ല ഉരുകി വെള്ളം പോലെ ആയി കിട്ടും. ഇതാണ് ലാസ്റ്റ് പരുവെന്ന് പറയുന്നത്, നിങ്ങൾ കാണാൻ കഴിയും. നമുക്ക് വേണ്ടതാണ് ഇതിനകത്ത് ചേർക്കുന്ന ചേരുവകൾ. അതായത് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കറ്റാർവാഴയുടെ പൾപ്പ്, തൊലി കളഞ്ഞുള്ള പൾപ്പ്, അതുപോലെ നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇല, അതുപോലെ നമ്മുടെ മഞ്ഞൾ കഴുകി എടുത്തതാണ്. ഇതെല്ലാം നമ്മൾ മിക്സിക്കകത്തിട്ട് അരച്ച് അതിൻ്റെ ചാറെടുക്കണം. അതായത് അതിൻ്റെ തരിപ്പൊന്നും എടുക്കരുത്, ചാറെടുക്കണം. ഇതെടുത്ത് നമ്മൾ സോപ്പ് ബേസില്ലേ, സോപ്പ് നേരത്തെ ചെയ്ത് വെച്ച സോപ്പിൻ്റെ ഉരുകിയ ബേസിലേക്ക് നമ്മളിത് ഒഴിച്ചു കൊടുക്കണം. ഇത് ഒഴിച്ചു കൊടുത്ത് ഇത് അതായത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് ഇതിനകത്ത് ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇത് നമുക്ക് വേണ്ടുന്ന ഫ്ലേവറാണ്. നമുക്ക് ഏത് ഫ്ലേവറാണോ വേണ്ടത് നമുക്ക് ഒഴിക്കാം. ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത് ഒരു ലെമണിൻ്റെ പോലത്തെ ഒരു ഫ്ലേവറാണ്, നല്ല മണം കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ആര്യവേപ്പൊക്കെ ഇടുന്നുണ്ട്, ചെറിയൊരു മണം കിട്ടും. എങ്കിലും ഒരു മണം കിട്ടാൻ വേണ്ടിയാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. നമുക്കത് വേണമെങ്കിൽ എത്ര വേണമെന്ന് വെച്ചാൽ നമുക്ക് അതനുസരിച്ച് ഒഴിക്കാം. ഞങ്ങളിത് ഫുൾ ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കറ്റാർവാഴ, ആര്യവേപ്പ്, അതുപോലെ തന്നെ മഞ്ഞൾ, ഇതെല്ലാം നമുക്ക് ഇവിടെ തന്നെ കിട്ടുന്നതാണ്. അതിന് ശേഷം ഞങ്ങൾ ചേർക്കുന്നത് വെച്ചാൽ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചേർക്കാം, ഇല്ലെങ്കിൽ ചേർക്കാതിരിക്കാൻ. ചേർക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ചേർക്കാൻ നല്ലതാണ്. അത് ഫുള്ള് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് അത് ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ആ ചൂടാവാൻ വെച്ച പാത്രത്തിൽ തന്നെ, വെള്ളത്തിൽ തന്നെ ഇത് വെച്ചിട്ട് തന്നെ വേണം അത് ഒഴിക്കാൻ, ഇല്ലെങ്കിൽ അത് കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ചൂടുവെള്ളത്തിൽ തന്നെ വെച്ച് വേണം അത് ഒഴിക്കാൻ. അടുത്തതായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പം നമ്മളുടെ സോപ്പിൻ്റെ മോൾഡ് മേടിക്കാൻ കിട്ടും. എന്നിട്ട് ഈ ലായനി ഈ സോപ്പിൻ്റെ മോൾഡിലേക്ക് പതിയെ ഒഴിക്കുക. ഈ സോപ്പിൻ്റെ മോൾഡ് നമുക്ക് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും, ചില കടകളിൽ മേടിക്കാൻ കിട്ടും. നമുക്ക് എവിടെ നിന്ന് വേണമെന്ന് വെച്ചാൽ മേടിക്കാം. ഈ സോപ്പിൻ്റെ ലായനി, നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന സോപ്പിൻ്റെ ലായനി ഓരോന്നിലായിട്ട് പതിയെ ഒഴിക്കുക. ഞങ്ങൾക്കിപ്പം ഒരു 15 ഓളം ചെറിയ പീസായിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലൊക്കെ പതിയെ ഒഴിക്കാം. ഇതിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിങ്ങനെ പത കെട്ടാൻ പാടില്ല. പക്ഷേ ഞങ്ങൾ ഒഴിച്ചപ്പോൾ ആദ്യം കുറച്ച് പത കെട്ടിയായിരുന്നു, അത് ലാസ്റ്റ് മാറ്റണം. നമ്മൾ പതിയെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കണം. അതായത് നമുക്ക് അത്യാവശ്യം, അതായത് നമുക്ക് അത് നിറയുന്നതനുസരിച്ച് നമുക്കത് ഫുൾ ഒഴിക്കാം. കണ്ടോ, നമ്മളിങ്ങനെ പത കെട്ടാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ സോപ്പ് ഉണ്ടായി വരുമ്പോഴത്തേനും മുകളിലിങ്ങനെ പത പോലെ നിൽക്കും. നമുക്കത് ഒരു സ്പൂണ് വെച്ച് അത് സെറ്റാവുന്നതിന് മുന്നേ നമുക്കത് മാറ്റാവുന്നതാണ്. നമ്മളത് ഫുള്ള് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. നമ്മളത് ഫുള്ള് ഒരു ചെറിയ സ്പൂൺ കൊണ്ട് നമ്മളത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ടൊരു 3 മണിക്കൂറത്തേക്ക് നമുക്കത് സെറ്റ് ചെയ്യാൻ വെക്കാം. ആദ്യം ചെയ്യേണ്ടത് 3 മണിക്കൂറാണ്. അതിന് ശേഷം കാണുന്നതാണ് 3 മണിക്കൂർ ശേഷം സെറ്റായതാണ്. പിന്നെ ഞങ്ങൾ എടുത്തത് രാവിലെയാണ്. 3 മണിക്കൂറാണ് ആദ്യം കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് സെറ്റാവും. പിന്നെ ഞങ്ങൾ രാവിലെ എടുത്തപ്പോൾ കണ്ടോ, നിങ്ങൾ കാണാൻ കഴിയും, നല്ല സ്മൂത്തായിട്ട് സോപ്പ് വന്നിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ ഉണ്ടാക്കിയ സോപ്പ്. പ്രകൃതിദത്തമായ ആയുർവേദ സോപ്പാണ്. 1 രൂപ ചിലവില്ലാതെ നമുക്ക്
ഇതാക്കാം. കണ്ടോ നല്ല പതയുണ്ട്, നിങ്ങൾക്ക് കാണാൻ കഴിയും. ജസ്റ്റ് കയ്യിൽ ഉരയ്ക്കുമ്പോഴേ നന്നായിട്ട് പതയുന്നുണ്ട്, കയ്യിലഴുക്കെല്ലാം പോവും. നമ്മളിവിടെ പ്രകൃതിദത്തമായ സാധനങ്ങൾ തന്നെ എടുത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് ചൊറിച്ചിലോ അലർജിയോ ഒന്നും വരുമെന്നൊന്നും പേടിക്കേണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു വീഡിയോ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് കറക്റ്റ് സോപ്പ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സോപ്പ് മേക്കിംഗ് ആണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കുക. അതിൻ്റെ കൂടെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, താഴത്തെ ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യുക. താങ്ക്